പോസിറ്റീവ് വൈബ്സ് മരിയാസ് എത്തി നിൽക്കുന്നത് മരിയാസ് കിച്ചണിലാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവയിലാണ്. സാധാരണ മഞ്ഞ കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു റെഡിഷ് കളർ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ അവയിൽ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയലിന് നമുക്ക് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. നമ്മൾ സാധാരണ ഉടഞ്ഞു പോകുന്ന പച്ചക്കറികൾ നമ്മൾ അവയലിൽ ഇടാറില്ല, അല്ലാത്ത പച്ചക്കറികൾ. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ, നേന്ത്രക്കായ, സബോള, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, കയ്പ്പയ്ക്ക, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ സാധാരണ അവയലിനെ അരിയുന്നത് പോലെ നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞ് വയ്ക്കുക. നമ്മൾ ആദ്യം തന്നെ കുക്കറിലാണ് വെക്കുന്നത്. അതെല്ലാം കൂടെ ഒന്നിച്ചാണ് വേവിച്ചെടുക്കുന്നത്, പല ഘട്ടമായിട്ടൊന്നുമല്ല. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കുക്കർ വെച്ച് അതിലേക്ക് നമ്മൾ പച്ചക്കറികളെല്ലാം ഒന്നും മാറ്റി വയ്ക്കുന്നില്ല, എല്ലാം ഒരുമിച്ച് നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പച്ചക്കറിയുടെ അളവനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറി നിങ്ങൾ കണ്ടല്ലോ, ആ അളവിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും സെയിം അളവ് തന്നെയാണ്, 1 ടീസ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 7 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ പച്ചമുളക് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്ര എടുത്തത്. നമ്മളതിൽ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, ഇനി നമ്മൾ ചുവന്ന മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് എടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് എടുക്കുക, എണ്ണം നോക്കിയിട്ട് എടുക്കുക. അത് അതിലേക്ക് കീറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്കറിലിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ വേവാൻ ആവശ്യമായിട്ട് ഞാൻ ഈ കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ വെള്ളത്തിലൂടെ നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, പച്ചക്കറികൾ വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരുന്നത് വരെ വയ്ക്കുക. 1 വിസിൽ വരുമ്പോൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കി പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 1 വിസിൽ വരുമ്പോൾ ഇറക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, വളരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി 1 മുഴുവൻ തേങ്ങ, 1 ടേബിൾ സ്പൂൺ ജീരകം, അതുപോലെ തന്നെ 3-4 ചെറിയുള്ളി, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് മിക്സിയിൽ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതല്ലാതെ വല്ലാണ്ട് അരഞ്ഞു പോകരുത്. പിന്നെ ഞാൻ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ആദ്യം തന്നെ നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഏതെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വറ്റൽമുളകും ആഡ് ചെയ്യുക. ഞാനിവിടെ 3 വറ്റൽമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്.
നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ്, അതായത് ജീരകവും ചുവന്നുള്ളിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇടുന്നത്. മുളക് ഇടുമ്പോൾ സൂക്ഷിച്ചിടുക. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവ് നോക്കിക്കൊണ്ട് മുളക് പൊടി ഇടുക. ഇനി ഇത് നല്ലപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ആ മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോകുന്ന പോലെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയി നല്ലപോലെ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ. ഇനി ആ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടായിരിക്കും, വെള്ളം പോരാത്ത രീതിയിൽ അതിൽ നിന്ന് എടുത്ത് ഇത് ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തൈരാണ് ഉപയോഗിക്കുന്നത്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് എൻ്റെ അടുത്ത് തൈര് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. തൈരിന് പുളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല തൈരുള്ള നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിൻ്റെ പുളി നോക്കിക്കൊണ്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ഇനിയല്ല തൈരില്ല മാങ്ങയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറികൾ വേവിക്കുന്ന കൂട്ടത്തിൽ ആ മാങ്ങ ഇട്ട് കൊടുത്ത് വേവിക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും തൈരും അതുപോലെ തന്നെ തേങ്ങയുടെ മിക്സും എത്തിക്കാൻ നോക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ അത് എടുത്തിട്ടില്ല വീഡിയോ, അത് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ നല്ലതാണ്. പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം വയ്ക്കുക. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുക.